നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 334 334. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 3-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. അപ്പോൾ 5, 6, 7 ശ്ലോകങ്ങൾ ഒപ്പം പോകും. അത് തതുപശ്രുത്യ നഭസി ഖേചരാണാം പ്രജൽപതാം സതി ദാക്ഷായണീ ദേവി പിതൃയജ്ഞമഹോത്സവം വ്രജന്തി സർവതോ ദിഭ്യ ഉപദേവരസ്ത്രിയാ വിമാനയാന സംപ്രേഷ്ട നിഷ്കണ്ഠീ സുവാസസാ ദൃഷ്ട്വാ സ്വനിലയാഭ്യാശേ ലോലാക്ഷീർമൃഷ്ടകുണ്ഡലാ പതിം ഭൂതപതിം ദേവം ഔത്സുക്യാദഭ്യഭാഷത. ഇതാണ് ശ്ലോകം. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ ആകാശത്തിൽ ദേവന്മാർ ഉച്ചത്തിൽ പറയുമ്പോൾ പിതാവിൻ്റെ യജ്ഞത്തിനുള്ള മഹത്തായ ഉത്സവത്തെ ദക്ഷപുത്രിയായ സതീദേവി കേട്ടിട്ടും വിമാനമാകുന്ന വാഹനത്തോടുകൂടിയവരും സഹിതകളും കണ്ഠത്തിൽ പതക്കം ധരിച്ചവരും ശോഭനമായ വസ്ത്രത്തോടുകൂടിയവരും ശോഭയുള്ള കുണ്ടലങ്ങളോടുകൂടിയവരുമായ സുന്ദരികളുമായ ദേവവർഗത്തിൽ ഉൾപ്പെട്ട ഉത്തമ സ്ത്രീകളെ സ്വവാസ സമീപത്തുകൂടെ സർവദൃക്കുകളിൽ നിന്നും പോകുന്നവരായിട്ട് കണ്ടിട്ടും ഉത്സാഹം നിമിത്തം ഭൂതങ്ങളുടെ പാലകനും ദേവനുമായ ഭർത്താവിനോട് അഭിഭാഷണം ചെയ്തു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഒരു വാക്കാർത്ഥം കഴിഞ്ഞു. ഇനി ഭാവാർത്ഥത്തിലേക്ക് പോവാം. സാമാന്യമായിട്ട് യജ്ഞമഹോത്സവത്തെ സൂചിപ്പിച്ച ശേഷം ദക്ഷാഭിമാനനാശകാരണമായിട്ട് ദക്ഷൻ്റെ എന്താണ് പറയുക, അഭിമാനത്തെ നശിപ്പിക്കുവാനുള്ള ഒരു തന്ത്രമായിട്ട് ഇത് കണക്കാക്കിയാൽ മതി. അപ്പോൾ സതീദേവിയുടെ ഗമനത്തെ പറയുന്നു. ആകാശത്തിൽ കൂടെ സഞ്ചരിക്കുന്നവർ സംസാരിക്കുന്നതിൽ നിന്ന് ദക്ഷപുത്രിയായ സതീദേവി പിതാവ് ആരംഭിച്ചിരിക്കുന്ന യാഗത്തെയും അവിടെ നടക്കുന്ന മഹോത്സവത്തെയും കേട്ടറിയുകയും 4 ദിഗ്ഭാഗങ്ങളിൽ നിന്ന് ദേവവർഗത്തിൽ ഉൾപ്പെട്ട ഉത്തമ സ്ത്രീകൾ പതക്കം, വിശേഷ കുണ്ഡലം മുതലായ ആഭരണങ്ങളെയും ശോഭന വസ്ത്രങ്ങളെയും ധരിച്ച് ഭർത്തൃസഹിതകളായിട്ട് തൻ്റെ ഭവന സമീപത്തുകൂടെ വിമാനത്തിലിരുന്നു പോകുന്നതിനെ കാണുകയും ചെയ്തപ്പോൾ തനിക്കും യാഗമഹോത്സവത്തിന് പോകണമെന്നുള്ള ആഗ്രഹം അധികരിച്ചതിനാൽ സകല ഭൂതങ്ങളുടെ നാഥനായിരിക്കുന്ന സ്വഭർത്താവിനോട് പറഞ്ഞു. ഇവിടെയാണ് ഏറ്റവും വലിയ ഒരു വേദവാക്യം ഒളിച്ചു കിടക്കുന്നത്. എന്താ അത്? ദൃശ്യത്തിൽ ഭ്രമിക്കരുത്, ദൃക്കിനെ അനുസന്ധാനം ചെയ്യും. ദൃശ്യം എന്ന് പറഞ്ഞാൽ കാഴ്ചകൾ. ഇവിടെ സതീദേവി മോഹത്തിന് അടിമപ്പെട്ടത് എന്തുകൊണ്ടാണ്? ദേവവൃന്ദങ്ങളെ അവരുടെ നല്ല അറ്റയേഴ്സ്, നല്ല ആഭരണങ്ങളും വസ്ത്രങ്ങളോടും കൂടി ദക്ഷയാഗത്തിനാണ് ഞങ്ങൾ പോണത്, പരസ്പരം പറഞ്ഞു പോകുന്നത് കേട്ടു എന്നാണ്. അപ്പം കണ്ടതും കേട്ടതും ശരിയല്ല, അനുഭവിച്ചതാണ് ശരി എന്നുള്ള ഒരു ഉത്തമ ശാസ്ത്രം ഇവിടെ കിടക്കുന്നുണ്ട്. അതാരാ പറഞ്ഞു തരിക? അവരവർക്ക് അറിയാൻ സാധിക്കണം. അല്ലെങ്കിൽ സദ്ഗുരു, നല്ല ഗുരുക്കന്മാരായിട്ട് ഉള്ളവരായിട്ടുള്ള സഹവാസത്തിൽ ഇത് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇത്രത്തോളം ആയപ്പോൾ സത്യുവാച സതി ഉവാച. ആരോട്? ഭഗവാൻ പരമശിവനോട്. ശ്ലോകം 8.
പ്രജാപതേസ്തേ ശശുരസ്യ സാമ്പ്രതം നിർയാപിതോ യജ്ഞമഹോത്സവ കില വയം ച തത്രാഭിസരാമ വാമതേ യദ്ധ്യർത്ഥിതാമി വിബുധാ വ്രജന്തിഹി. ഭർത്താവിനോട് പറയാണ് എന്ത്? അങ്ങയുടെ ഭാര്യാപിതാവായ പ്രജാപതിയുടെ യാഗമഹോത്സവം ഇപ്പോൾ നടക്കുന്നുവല്ലോ. ഹേ മനോഹര, ഭഗവാനെ എന്താ വിളിച്ചത്? ഹേ മനോഹര, അങ്ങക്ക് ഇച്ഛയുള്ള പക്ഷം, ശ്രദ്ധിക്കണം, അങ്ങക്ക് ഇച്ഛയുള്ള പക്ഷം. ഇവിടെ തുടക്കം അങ്ങനെ ഉണ്ടായത്. പിന്നെ ഭഗവാൻ പോണ്ടാന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പോകണമെന്നായി. അവിടെയാണ് സ്ഥിതപ്രജ്ഞ വേദവാക്കുകൾ വരുന്നു. പ്രജ്ഞയിൽ ഇരിക്കണം, പ്രജ്ഞയിൽ സ്ഥിതി ചെയ്യണം, സ്ഥിരമായിട്ട് ഇരിക്കണം, സ്ഥിതി ചെയ്യണം. അപ്പോൾ ഇതിൽ നിന്ന് ഭംഗം വരും. അത് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങക്ക് ഇച്ഛയുള്ള പക്ഷം നമ്മളും അവിടേക്ക് പോകുക, ഈ ദേവന്മാർ പോകുന്നുവല്ലോ എന്ന് പറഞ്ഞു വാക്കാർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം ഒരു പ്രിയാമ്പിളും ഒരു കൺക്ലൂഷനായിട്ട് പറയുന്നുണ്ട്. അല്ലയോ മനോഹരനായ ഭഗവൻ, അങ്ങയുടെ ഭാര്യാപിതാവായ എൻ്റെ പിതാവിൻ്റെ ഗൃഹത്തിൽ യാഗം ആഘോഷമായി നടക്കുന്നുവല്ലോ. അങ്ങ് താല്പര്യപ്പെടുന്ന പക്ഷം, ആ താല്പര്യപ്പെടുന്ന പക്ഷം അതാണ് അവിടെ വലിയ കഥ. നമ്മൾക്കും അവിടെ പോകാം. ഈ ദേവന്മാർ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. കുറേ നേരം ഇവർ പോകാൻ തുടങ്ങിയിട്ട് ഓരോരുത്തരായിട്ട്. ഇനി അതിൻ്റെ കൺക്ലൂഡിങ് പാർട്ട് പറയുന്നു. എൻ്റെ പിതാവായതുകൊണ്ട് ക്ഷണിക്കാതെ ഇരുന്നാലും നമ്മൾക്ക് പോവാൻ അവകാശമുണ്ട്. അവരവരുടെ മനസ്സിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഓരോന്ന് ബലപ്പെടുത്തി പറയണം. അങ്ങക്ക് ഇഷ്ടമാണെങ്കിൽ എന്ന് പറഞ്ഞതിനാൽ എനിക്ക് താല്പര്യമുണ്ട്. അതോട് യോജിക്കുന്ന പക്ഷം ഒരുമിച്ച് പോകുന്നതാണ് എനിക്ക് സന്തോഷം. അതായത് ഞാൻ പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നർത്ഥം, ഞാൻ ഒറ്റയ്ക്ക് പോകുന്നർത്ഥം എന്നും ദേവന്മാർ പോയിക്കൊണ്ടിരിക്കുന്നതിനാൽ പോവാനുള്ള സമയം അതിക്രമിച്ചിട്ടില്ല എന്നും സൂചിപ്പിച്ചു. ഇനി 9ാമത്തെ ശ്ലോകം. ഇപ്പോൾ ഈ 8ാമത്തെ ശ്ലോകം മുതൽക്കൊക്കെ 4 വരിയാണ് കാണുന്നത്. നോക്കാം. 9ാമത്തെ ശ്ലോകം 4 വരിയാണ്. തസ്മിൻ ഭഗിന്യോ മം വർത്തൃഭി സ്വകൈർ ധ്രുവം ഗമിഷ്യന്തി സുഹൃദി വൃക്ഷവാ അഹം ച തസ്മിൻ ഭവതാ ച കാമയേ സഹോപനീതം പരിബർഹമർഹിതും. ഇതാണ് ശ്ലോകം. അതിനർത്ഥം, വാക്കാർത്ഥം പറഞ്ഞത്, അതിൽ എൻ്റെ സഹോദരികൾ സ്വഭർത്താക്കന്മാരോടുകൂടെ സുഹൃത്തുക്കളെ കാണുവാൻ ആഗ്രഹിക്കുന്നവരായിട്ട് അവിടെ തന്നെ ഒരു വൈകൃതം സംഭവിച്ചു. യജ്ഞം, യാഗം എന്നുള്ളത് ഈശ്വരപ്രീതിക്കായിട്ടുള്ളതാണ്. അതിൻ്റെ ഇടയിൽ ലൗകികത കയറി വന്നു. എന്താ ലൗകികത? സുഹൃത്തുക്കളെ കാണുവാൻ ആഗ്രഹിക്കുന്നവരായിട്ട്, അല്ലാണ്ട് വിഷ്ണു പ്രീത്യർത്ഥമെന്നോ ശിവപ്രീത്യർത്ഥം എന്നുള്ള വാക്കല്ല. അതുകൊണ്ട് ഗമിക്കും നിശ്ചയം. ആ സമയത്തിൽ ഞാനും അങ്ങയോടുകൂടെ നൽകപ്പെടുന്ന സമ്മാനത്തെ ആദരിപ്പാനായിക്കൊണ്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അവിടെ പോയാൽ ആദരവില്ല എന്നുള്ള നില കാണും. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാണ്ട് മനസ്സ് ഷാഠ്യം പിടിക്കുകയാണ്. നമ്മൾക്കുള്ള അംഗീകാരം കിട്ടണം എന്നുള്ളത് നിഷ്കാമകർമ്മത്തിനെതിരാണത്. ഒന്നും ആഗ്രഹിക്കാണ്ട് ഈശ്വരപ്രീത്യർത്ഥം എന്ന് പറയുകയാണെങ്കിൽ തർക്കടില്ല. ഇത് സുഹൃത്തുക്കളെ കാണണം, സമ്മാനങ്ങൾ വാങ്ങി വരണം, അതാണ് മോശമായത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ്? ആ യാഗത്തിൽ മാതാപിതാക്കന്മാരായ സുഹൃജനങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാരോടുകൂടെ വരാതിരിക്കയില്ല നിശ്ചയം. ഞാനും അങ്ങയോടൊരുമിച്ച് അവിടെ പോവാനും മാതാപിതാക്കന്മാർ അപ്പോൾ നമ്മൾക്കായി സമർപ്പിക്കുന്ന സമ്മാനങ്ങളെ സ്വീകരിപ്പാനും ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ആദരത്തോടുകൂടെയല്ലാതെ സ്വീകരിപ്പാൻ ആഗ്രഹമില്ലെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് കാര്യമില്ല. എന്തായാലും 10ാമത്തെ ശ്ലോകം നോക്കുക. അതത്ര സ്വസുർമേനനുഭർതൃസംഹിതാ മാതൃശ്യുക്ലിന്നധിയം ച മാതരം ദ്രക്ഷേ ചിരോത്ഖണ്ഡമനാ മഹർഷിഭിർ
ഉന്നീയമാനം ച മൃഢാധ്വരധ്വജം എന്നാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ സർവസുഖപ്രദ, ഭഗവാൻ ആരാ, ശിവൻ ആരാ, സർവസുഖപ്രദ മംഗളസ്വരൂപ എന്നാണ്. അത് നമ്മൾക്കറിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ശിവാലയത്തിൽ പോവാത്തത്. ഇതറിഞ്ഞാൽ നമ്മൾ ഓടിപ്പോവും. സർവസുഖപ്രദ, അവിടെ ഭർതൃസമേതകളായ എൻ്റെ സഹോദരിമാരെയും എൻ്റെ വലിയമ്മമാരെയും ആർദ്രയായ ബുദ്ധിയോടുകൂടിയ മാതാവിനെയും ഋഷികളാൽ നടത്തപ്പെടുന്ന ശ്രേഷ്ഠമായ യാഗത്തെയും അഹം ബഹുകാലമായിട്ട് ഉത്കണ്ഠയോടുകൂടിയ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹങ്ങളാണ് നമ്മൾക്ക്, ആഗ്രഹങ്ങളെയാണ് നിഷേധിക്കേണ്ടത്. പ്രമോഷയോ എന്താണ് അന്നന്ന് വരുന്നത് അതിനെ കൈനീട്ടി സ്വീകരിക്കാൻ സാധിക്കണം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവുക. സകല പ്രാണികളെയും ആനന്ദിപ്പിക്കുന്ന നിന്തിരുപടി നമശിവായ, നമശിവായ, ശിവായൈ നമ. നമശിവായ എന്ന് പറഞ്ഞാൽ ശിവനെ നമിക്കുന്നു എന്നായി. ശിവായൈ നമ എന്ന് പറഞ്ഞാൽ ഭഗവതിയെ നമസ്കരിക്കുന്നു എന്നായി, അതായത് പാർവതി ദേവിനെ. അപ്പോൾ ലോകൈക ഗുരുനാഥനായിരിക്കുന്ന ശിവൻ ഒരു ഭാഗത്ത്, പിന്നെയോ ശക്തിസ്വരൂപിണിയായിരിക്കുന്ന പരമേശ്വരി, രണ്ടിനെയും ഒരേ നാമത്തിൽ ഓം നമശിവായ ശിവായൈ നമ എന്നാവണം. അത് എനിക്കറിഞ്ഞിരുന്നില്ല. അത് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കൊരു 10-12 വയസ്സുള്ളപ്പോൾ ഒരു ചെമ്പൈ ഗ്രാമത്തിൽ നിന്ന് വരദരാജൻ പറഞ്ഞിട്ട് ഒരു ബ്രാഹ്മണ യുവാവ് പട്ടാമ്പി കോളേജിൽ പഠിക്കാൻ വരുന്നുണ്ടായി. 5 വർഷം പ്രീ ഡിഗ്രിയും പ്ലസ് 3 കൊല്ലത്തെ കോഴ്സും കൂടിയിട്ട് പഠിച്ചു. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു വാദ്യാരാണ്. അതായത് ഈ നമ്പൂരിമാർക്ക് ഓദിക്കെന്ന് പറഞ്ഞ മാതിരി ബ്രാഹ്മണ അഗ്രഹാരത്തിൽ ഓരോ ഗോത്രത്തിന് ഓരോ വാദ്യന്മാരുണ്ടാവും. അതിലൊരു കേമനാണ്. അദ്ദേഹമാണ് എന്നെ തിരുത്തിയത്. ഞാൻ എൻ്റെ നാഗക്കാവ് അമ്പലമാക്കി അപ്ഗ്രേഡ് ചെയ്തു. കാരണം അടുത്തടുത്ത് വീടുകളൊക്കെ ആയപ്പോൾ പിന്നെ മരങ്ങളൊക്കെ മുറിക്കാൻ നിർബന്ധിതനായി. അപ്പോൾ ഞാനതിനെ ഈ എന്താ പറയുക, ആയില്യത്തിന്, എല്ലാ ആയില്യത്തിനും ഗംഭീര പൂജയും വിളക്ക് വെപ്പും ഒക്കെ ഉണ്ട്. അത് കണ്ടിട്ട് അപ്പം ഞാൻ അങ്ങനെ ഓം നമ ശിവായ ശിവായ നമ എന്ന് പറഞ്ഞിട്ട് നാമം ചൊല്ലിയിട്ട് പ്രദക്ഷിണം വയ്ക്കണം അദ്ദേഹം കേട്ടു. അപ്പം എന്നെ വിളിച്ചു. ഒരു കറക്ഷൻ ഉണ്ട്. ഓ പറയൂ. അപ്പോൾ പറഞ്ഞു ശിവായ ഓം ശിവായ നമ, ഓം നമ ശിവായ. ശരി, പിന്നെ ശിവായെന്ന് ശിവായ നമ എന്ന് പറയരുത്. ഓം ശിവായേ നമ. ശിവ അത് ഭഗവതി. അപ്പോൾ അച്ഛനും, നമ്മുടെയൊക്കെ അച്ഛനാണ് ആരാ, ശിവൻ. നമ്മുടെയൊക്കെ അമ്മയാണ് പാർവതി ദേവി, ലോകപിത എന്നൊക്കെ പറയും. അപ്പോൾ ഒരാൾ നമ്മൾക്ക് തന്നിട്ടുള്ള എന്താണെന്നാ പറയുക, അഡ്വൈസ്, അതും അറിവുള്ള ഒരാൾ, അങ്ങനെ വേണം പറയാൻ. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ തിരുത്താൻ സാധിക്കണം. തിരുത്തിയിട്ടില്ലെങ്കിൽ മഹാമോശമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ, ആ യാഗത്തിൽ മാതാപിതാക്കന്മാരായ സുഹൃജനങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാരോടുകൂടെ വരാതിരിക്കുകയില്ല. നിശ്ചയം ഞാനും അങ്ങയോടൊരുമിച്ച് അവിടെ പോവാനും മാതാപിതാക്കന്മാർ അപ്പോൾ നമ്മൾക്കായി സമർപ്പിക്കുന്ന സമ്മാനങ്ങളെ സ്വീകരിപ്പാനും ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ആദരത്തോടു കൂടെയല്ലാതെ സ്വീകരിപ്പാൻ ആഗ്രഹമില്ല എന്ന് സൂചിപ്പിച്ചു. ഇനി 10ാമത്തെ ശ്ലോകം. തത്ര സ്വസ്യൂർമേനനു ഭർതൃസംഹിത മാതൃശ്യസ്യു ക്ലിന്നധിയം ചമാതരം ദ്രക്ഷേ ചിരോത്കണ്ഠമന മഹർഷിഭിർ ഉന്നീയമാനം ച മൃഢാധ്വരധ്വജ. ഞാനത് പറഞ്ഞു, സാരമില്ല, ഈ ചുക്ക് കയറിയുണ്ട് കഷായം കേട് വരില്ലല്ലോ. അപ്പോൾ ഞാൻ അതിൽ പിന്നെ ഈ സർവസുഖപ്രദ അതൊക്കെ പറഞ്ഞു, വാക്കാർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഭാവാർത്ഥം പറയേണ്ടത്. അപ്പോഴാണ് ഞാൻ ഈ ശിവായ നാമ എന്നുള്ളതിലേക്ക് പോയത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, സകല പ്രാണികളെയും ആനന്ദിപ്പിക്കുന്ന നിന്തിരുവടി. അപ്പോൾ ശിവമന്ത്രം എത്രത്തോളം ചെല്ലണോ അത്രത്തോളം ആനന്ദപ്രദം ഉണ്ടാവും.
കാരണം വിഷ്ണുവും ശിവനും വ്യത്യാസമില്ല, ബ്രഹ്മാവും വ്യത്യാസമില്ല. കാരണം എന്താ? ഏകമായ പരബ്രഹ്മം ത്രിവിധമായി പിരിഞ്ഞു എന്നാ. ഒന്നായ നെന്നയിക മൂന്നായി കണ്ടു അല്ലേ? അത് സാരമില്ല, ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ. പക്ഷേ എല്ലാവരും തുല്യരാണ്, അവർ മൂന്നാളും തുല്യരാണ് എന്നൊരു ധാരണ നമുക്കില്ലെങ്കിൽ മോശമാണ്. അപ്പം എൻ്റെ ഈ ആഗ്രഹത്തെ സാധിപ്പിച്ച് ആനന്ദിപ്പിക്കണം എന്നുള്ള അഭിപ്രായത്തോടുകൂടെ പറയുന്നു. ഹേ മൃഡ, അത് ഭഗവാന്റെ ഒരു പര്യായമാണ്. മൃഡൻ സർവാനന്ദപ്രദ. ആ വാക്ക് എടുത്താൽ പൊങ്ങില്ല. സർവാനന്ദപ്രദ. എൻ്റെ സഹോദരിമാരും വലിയമ്മയുടെ മക്കളായ സഹോദരികളും അവരുടെ ഭർത്താക്കന്മാരോടുകൂടെ അവിടെ വരും. അവരെയും എനിക്ക് കാണണം. അമ്മയച്ഛന്മാരെ ബഹുകാലമായിട്ട് കാണാത്തത് കൊണ്ട് എൻ്റെ മനസ്സിന് അവരെ കാണാൻ അധികം ആഗ്രഹമുണ്ട്. കുറച്ചൊന്നുമല്ല എന്നാ പറഞ്ഞത്. എന്നെ കാണുന്ന സമയം അതിവാത്സല്യത്താൽ അമ്മയുടെ മനസ്സ് ദ്രവിക്കാതിരിക്കയില്ല. അപ്രകാരമുള്ള അമ്മയെയും കാണാം. മഹാന്മാരായ ഋഷികൾ നടത്തുന്ന ഉത്തമയോഗത്തെയും കാണാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ പ്രിയോറിറ്റി ഇല്ല അതിന്. അവസാന പറഞ്ഞത് അല്ലേ? ഇനി 11ാമത്തെ ശ്ലോകം വരുന്നു. ത്വയ്യേതാശ്ചര്യമജാത്മമായയാ വിനിർമ്മിതം ഭാതി ഗുണത്രയാത്മകം അഥാപ്യഹം യോഷിതതത്വവിച്ഛതേ ദീനാദിദൃക്ഷേ ഭവമേ ഭവക്ഷിതിം. ഇതാണ് ശ്ലോകം. എന്താണ് വാക്കാർത്ഥം പറയാ? ജന്മരഹിത. ഭഗവാന് ശിവന് ജന്മമില്ല, അച്ഛനമ്മമാരില്ല, ഗോത്രമില്ല. അത് ശിവപുരാണത്തിൽ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ സർവോൽപത്തി സ്ഥാനഭൂത, എല്ലാ ജീവജാലങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനഭൂത, അങ്ങയുടെ മായയാൽ ഉണ്ടാക്കപ്പെട്ടതും ഗുണത്രയങ്ങളുടെ സ്വരൂപവുമായ ഈ ആശ്ചര്യലോകം അങ്ങയിൽ വിളങ്ങുന്നു. എങ്കിലും ഞാൻ അങ്ങയുടെ തത്വമറിയാതിരിക്കുന്ന ദീനയും യോഷിത്വമാകുന്നു. അപ്പോൾ സതീദേവിക്ക് ഭഗവാന്റെ തത്വം അറിഞ്ഞിട്ടില്ല. നേരെ വെച്ച പാർവതീദേവി അങ്ങനെയല്ല, അറിഞ്ഞു. അപ്പോൾ പറഞ്ഞു ദീനയും യോഷിത്വമാകുന്നു. എൻ്റെ ജന്മഭൂമിയെ കാണാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ജന്മസ്ഥലം കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുന്നു. സർവലോകസ്വാമിയായ എന്നിൽ കാണാത്തതായ എന്തൊരാശ്ചര്യമാണ് അവിടെ കാണാൻ സാധിക്കുന്നതെന്നുള്ള ശിവാഭിപ്രായത്തെ അറിഞ്ഞ സതീദേവി പറയുന്നു. സർവത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനമായും ജന്മാദി വികാരങ്ങളില്ലാതെയും ഇരിക്കുന്ന ഭഗവൻ ശിവനെന്തില്ല? ജന്മമില്ല, വികാരങ്ങളില്ല, വിചാരാണേലും എപ്പോൾ നോക്കിയാലും ഭഗവൻ അങ്ങയുടെ മായയാൽ നിർമ്മിക്കപ്പെട്ടതും ഗുണത്രയ സ്വരൂപവുമായ ഈ ലോകം ആശ്ചര്യകരമായിട്ട് നിന്തുരുവടിയിൽ തന്നെ വിളങ്ങുന്നുണ്ട്. എങ്കിലും അങ്ങയുടെ ആ മാഹാത്മ്യത്തെ തികച്ചും അറിയാതിരിക്കുന്ന ഞാൻ അന്യപദാർത്ഥങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന, അതാണ് അന്യപദാർത്ഥങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന അജ്ഞയായ സ്ത്രീയായിരിക്കുന്നതിനാൽ എന്നിൽ അനുകമ്പയുണ്ടാകണം. എൻ്റെ ജന്മത്തിന് കാരണമായ മാതാപിതാക്കന്മാരെയും ഭവനത്തെയും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ശഠിച്ചു. 12ാമത്തെ ശ്ലോകം 4 വരി. പശ്യപ്രയാന്ധീരഭവാന്യയോഷിതോ അഭിലംകൃത കാന്തസഖാവരൂദശ യാസാമ്രജദ്ഭിശ്ചിതി കണ്ഡമണ്ഡിതം നഭോ വിമാനൈ കളഹംസ പാണ്ഡുഭി. അതിന് വാക്കാർത്ഥം പറയുമ്പോൾ ജന്മരഹിത, ജന്മങ്ങളില്ലാത്തവനെ അലങ്കരിച്ചവരും സഹിതകളുമായ അന്യ സ്ത്രീകൾ സംഘമായിട്ട് പോകുന്നതിനെ നോക്കിയാലും വിഷപാനം ചെയ്ത ദേവ, ശിതികണ്ഠ വിഷപാനം ചെയ്ത ദേവ,
യാതൊരുത്തരുടെ സഞ്ചരിക്കുന്നവയും കളഹംസം പോലെ ധവളങ്ങളുമായ വിമാനങ്ങളാൽ ആകാശം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അത്രയും ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥം: ജനന മരണാദി സംസാരാവസ്ഥകളില്ലാതിരിക്കുന്ന ഭഗവൻ നിന്തിരുവടിക്ക് സംയോഗ വിയോഗങ്ങൾ, അതായത് ഒരാൾ വന്നാലും ശരി പോയാലും ശരി അദ്ദേഹത്തിന് പ്രശ്നമില്ല. സുഖദുഃഖങ്ങളും ബന്ധുശത്രുക്കളും ഒന്നും ഇല്ലെന്നിരിക്കലും ഞാൻ ആ നിലയ്ക്ക് എത്തിയവളല്ല. അതാണ്, ഞാൻ ആ നിലയ്ക്ക് എത്തിയവളല്ല. യാതൊരു സംബന്ധവുമില്ലാത്ത അന്യ സ്ത്രീകൾ കൂടെ ആഭരണാദികൾ ധരിച്ച് ഭദ്രസഹിതകളായിട്ട് യാഗമഹോത്സവം കാണാൻ പോകുന്നത് നോക്കുക. എത്രയാണ് പോകുന്നത്? അവരിരുന്നു പോകുന്ന കളഹംസധവളമായിരിക്കുന്ന വിമാനങ്ങളാൽ ആകാശം വിശേഷമായി വിളങ്ങുന്നു. ഇത്രയധികം അന്യ സ്ത്രീകൾ കൂടെ പോകുമ്പോൾ പുത്രിയായ എനിക്കവിടെ പോവാൻ ആഗ്രഹം ജനിച്ചത് ആശ്ചര്യമായി വരുമോ? അവർക്കെന്നെ സംശയം. 13ാമത്തെ ശ്ലോകം 4 വരി നോക്കുക. കഥം സുതായ പിതൃഗേഹ കൗതുകം നിശമ്യദേഹസുരപര്യനെങ്കതേ അനാഹുത അപ്യഭിയന്തി സൗഹൃദം ഭർത്തുർഗുരോ ദേഹകൃതശ്ചകേതനം. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ ദേവശ്രേഷ്ഠ, ഓരോ ശ്ലോകത്തിലും ഓരോ പര്യായങ്ങളാണ് പറഞ്ഞത്. ദേവശ്രേഷ്ഠ, പുത്രിയുടെ പിതാവിൻ്റെ ഗൃഹത്തെക്കുറിച്ചുള്ള കൗതുകത്തെ കേട്ടിട്ട് ശരീരം ചലിക്കാതെ എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ വീരശൂര പരാക്രമമൊക്കെ പറഞ്ഞിട്ട് അങ്ങക്ക് ഒരു ഇളക്കമില്ലല്ലോ. വിളിക്കപ്പെടാതിരുന്നാലും ഭർത്താവിൻ്റെയും ഗുരുവിൻ്റെയും പിതാവിൻ്റെയും സുഹൃത്തുക്കളെ സംബന്ധിച്ചതായ ഗൃഹത്തിലേക്ക് പോവാം. അതിന് ക്ഷണം വേണ്ടെന്നാണ് പറഞ്ഞത്. അച്ഛൻ്റെ, അതേമാതിരി പിന്നെ ഗുരുനാഥൻ്റെ ഒക്കെ ഭർത്താവിൻ്റെ. ഇനി അതിൻ്റെ ഭാവാർത്ഥം: അല്ലയോ ദേവശ്രേഷ്ഠ, പുത്രിയായ ഞാൻ പിതൃഭവനത്തിലേക്ക് പോവാനുള്ള കൗതുകത്തെ പറയുന്നത് കേട്ടിട്ടും അങ്ങ് കുലുക്കമില്ലാതെ ഇരിക്കുന്നതിന് കാരണമെന്താകുന്നു? നമ്മളെ ക്ഷണിച്ചിട്ടില്ലല്ലോ എന്നാണ് കാരണമെങ്കിൽ ഗുരു, പിതാവ് ഇവർ സുഹൃത്തുക്കളായതിനാൽ സൗഹൃദത്തിൻ്റെ അങ്ങേ പീക്കലാണ് ഇവർ. അപ്പോൾ പറഞ്ഞു, സുഹൃത്തുക്കളായതിനാൽ അവരുടെ ഗൃഹത്തിൽ നടക്കുന്ന വിശേഷ സംഭവങ്ങൾക്ക് ക്ഷണിക്കാതിരുന്നാലും പോകുന്നത് ലോകത്തിൽ മര്യാദയാകുന്നു. വിശിഷ്യ ദേവനായ അങ്ങയ്ക്ക് യാഗത്തിന് പോവാൻ അവകാശമുണ്ട് താനും. എൻ്റെ പിതൃഗേഹമായതിനാൽ ക്ഷണിക്കാതിരുന്നാലും നമ്മൾക്ക് പോകുവാൻ അവകാശമുണ്ട് എന്നൊക്കെ വളരെ നല്ല രീതിയിൽ പറഞ്ഞു. 14ാമത്തെ ശ്ലോകം, അതും 4 വരി ശ്ലോകമാണ്. തന്മേ പ്രസീദേതമമർത്യവാഞ്ചിതം കർത്തും ഭവാൻ കാരുണികോ ബദാർഹതി ത്വയാ ആത്മനോ അർദ്ധേ അഹമദബ്രജക്ഷുഷാ നിരൂപിത മാനുഗൃഹാമയാചിത. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ ഈശ്വര, ശിവനാരാണ് ഈശ്വര, കൃഷ്ണനാരാണ് ഈശ്വര. അതുകൊണ്ട് എൻ്റെ നേരെ പ്രസാദിച്ചാലും, അപ്പോൾ പ്രസാദം ഉണ്ടായിട്ടില്ല എന്നുള്ളതായി. പ്രസാദിച്ചിട്ടില്ല, പ്രസാദിക്കേണ്ട കാര്യമല്ല പറഞ്ഞത് എന്നുള്ള അർത്ഥമായി അവിടെ. കരുണാലുവായ അങ്ങ് ഈ ആഗ്രഹത്തെ സാധിപ്പിക്കുവാൻ യോഗ്യനാകുന്നു നിശ്ചയം. അനൽപമായ ജ്ഞാനത്തോടുകൂടിയ അങ്ങയാൽ അങ്ങയുടെ അർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ പകുതി, ഭാര്യ വാമഭാഗം പകുതിയാണല്ലോ. അപ്പോൾ ആ സതീദേവിയിൽ ഞാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു, പ്രാർത്ഥിക്കപ്പെട്ടിരിക്കുന്നു എന്ന നിന്തിരുവടി എന്നെ അനുഗ്രഹിച്ചാൽ, അങ്ങയുടെ വാമഭാഗത്തെ അങ്ങ്
അനുഗ്രഹിക്കാതെ ഇരിക്കുമെന്നാണ് ചോദിച്ചതേ. അതിൻ്റെ ഭാവാർത്ഥം, അല്ലയോ ഈശ്വര, അങ്ങ് സർവ ആശകളെയും അതിക്രമിച്ചിരിക്കുന്നു. സർവ ആശകളെയും, കാരണം അങ്ങക്ക് ആശകളില്ല. ഞാനോ മാനുഷി, ആഗ്രഹമുള്ളവൾ. മാനുഷി എന്ന് പറഞ്ഞാൽ ആഗ്രഹമുള്ളവളെന്നായി. എൻ്റെ പേരിൽ നിന്തൊരുപടി പ്രസാദിക്കണം, ഈ ആഗ്രഹത്തെ സാധിപ്പിക്കണം. പരമജ്ഞാനി ആയിരുന്നാലും, പരമജ്ഞാനി ശിവനാരാ? പരമജ്ഞാനി. അതാണ് ഈ എന്താ പറയുക, വടക്ക് ഭാരതത്തിൻ്റെ വടക്ക് ഹിമാലയ പർവ്വതത്തിൽ ഭഗവാൻ തെക്കോട്ട് നോക്കി ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലിരിക്കുകയാണ്. എന്തിനാണ് ദക്ഷിണാമൂർത്തി സങ്കല്പം? ആർക്ക് വിജ്ഞാനം വേണോ ശിവനെ പ്രാർത്ഥിക്കണം. ശിവനാണ് കാരകത്വം. സരസ്വതി ദേവി നാവിൻ തുമ്പത്ത് വരുന്നതിന് മാത്രമേ ഉള്ളൂ. അത് പലവരും തെറ്റിദ്ധരിച്ചിരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ കാരുണ്യ നിമിത്തം അങ്ങ് എന്നെ അങ്ങയുടെ അർദ്ധശരീരമായി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. അതിനാൽ ഞാൻ അങ്ങയോട് യാചിക്കുന്നു, എന്നെ അനുഗ്രഹിക്കണം. അത് കഴിഞ്ഞ് 15ാമത്തെ ശ്ലോകം നോക്കുക. ഋഷിരുവാച, മൈത്രേയ ഋഷി പറയണം, ഏവം ഗിരിത്ര പ്രിയയാഭിഭാഷിത പ്രത്യഭ്യദത്ത പ്രഹസൻ സുഹൃത്പ്രിയ സംസ്മാരിതോ മർമ്മഭിത കുവാകിഷു. നാഹകോ വിശ്വസൃജാം സമക്ഷതാം. ദൈതയാൽ, ദൈത എന്ന് പറഞ്ഞാൽ പ്രിയയാൽ എന്നർത്ഥം. ഇപ്രകാരം പ്രാർത്ഥിക്കപ്പെട്ടും ശോഭനമായ ഹൃദയമുള്ളവർക്ക് ഹിതകാരിയുമായിരിക്കുന്ന ശിവൻ ദക്ഷൻ മരീചാദി പ്രജാപതികളുടെ മുമ്പാകെ യാതൊരു കുൽസിത വാക്കുകളാകുന്ന ബാണങ്ങളെ പറഞ്ഞുവോ മർമ്മത്തെ ഭേദിപ്പിക്കുന്ന വാക്കുകളെ സ്മരിക്കപ്പെട്ടവൻ ആയി പുഞ്ചിരി ചെയ്തവനായിട്ട് മറുപടി പറഞ്ഞു എന്ന് പറയുന്നു. എന്നിട്ട് അതിൻ്റെ ഭാവാർത്ഥം മൈത്രേയൻ പറഞ്ഞു, പ്രിയയായ സതീദേവിയുടെ ഇപ്രകാരമുള്ള പ്രാർത്ഥന ശ്രീ ശിവൻ കേട്ടു. സതിയുടെ സ്ത്രീസുലഭമായ അവിവേകം, സ്ത്രീകൾക്ക് ഈ അവിവേകം സുലഭ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പുരുഷന്മാർ എപ്പോഴും ജാഗ്രത ആയിരിക്കണം. എന്താ? അവരുടെ വാക്കുകളിൽ വീഴരുത്, അതന്നെ, അല്ലാണ്ടൊന്നുമല്ല. ആലോചിച്ച് ചിരിച്ചു. ശുദ്ധഹൃദയമുള്ളവർക്കെല്ലാം ഹിതകാരിയായ ഭഗവാൻ സ്വപത്നിക്ക് നേരിടുവാൻ പോകുന്ന ആപത്തിനെ ആലോചിച്ച് കുണ്ഠിതപ്പെട്ടു. മരീചാദികളായ പ്രജാപതികൾ കേൾക്കെ ദക്ഷൻ തൻ്റെ നേർക്ക് ഉപയോഗിച്ച മർമ്മച്ഛേദികളായ വാഗ്ബാണങ്ങളെ പ്രിയയുടെ പ്രാർത്ഥന നിമിത്തം ഓർത്തുകൊണ്ട് പ്രിയയോട് മറുപടി പറഞ്ഞു എന്ന് പറയണം. അതെന്താ? 18ാമത്തെ ശ്ലോകം, അല്ല 16ാമത്തെ ശ്ലോകം. ത്വയോദിതം ശോഭനമേവ ശോഭനേ അനാഹുത അപ്യഭിയന്തി ബന്ധുഷു തേ യദ്യനുൽപാദിതമോഷദൃഷ്ടയോ ബലീയസാനാത്മമദേന മന്യുനാ. ഇതാണ് ശ്ലോകം. ശുദ്ധബുദ്ധേ, ഭഗവാൻ എന്താ അഭിസംബോധന? ശുദ്ധബുദ്ധേ, ക്ഷണിക്കപ്പെടാതിരുന്നാലും ബന്ധുക്കളിൽ യാനം ചെയ്യുന്നു എന്ന് നിന്നാൽ പറയപ്പെട്ടത് നല്ലത് തന്നെ. ഭക്തിയോടുകൂടിയ ദേഹാഭിമാനത്താലുള്ള കോപത്താൽ അവർ ഉൽപ്പാദിക്കപ്പെടാത്ത ദ്വേഷദൃഷ്ടികളോടുകൂടിയവരാണ് എങ്കിൽ ദോഷദൃഷ്ടി ഇല്ലാത്തവരുടെ അടുത്തേക്ക് പോവാം. ദോഷദൃഷ്ടി ഉള്ളവരുടെ അടുത്തേക്ക് പോകരുത്. ഇതിപ്പോൾ എങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ദോഷദൃഷ്ടി ഇല്ലെങ്കിൽ പോവാം, വിളിക്കാണ്ട് പോവാം. ദോഷദൃഷ്ടി ഉണ്ടെങ്കിൽ പോകരുത്. അത് നമുക്ക് തന്നിട്ടുള്ളൊരു കൺസെൻ്റാണ് ഭഗവാൻ ശിവൻ്റെ.
ദോഷദൃഷ്ടികളോട് കൂടിയവരാണ് എങ്കിൽ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇത് മുതൽ 10 ശ്ലോകം കൊണ്ട് ഭഗവാൻ മറുപടി പറയുന്നു. അതിൽ ഒന്നേ നമുക്ക് പറയാം, അല്പം ഈ പറഞ്ഞ നമുക്ക് പറയാൻ പറ്റുള്ളൂ. 17-ാമത്തത് മുതലൊക്കെ നമുക്ക് നാളെ പറയാം. അപ്പം എങ്ങനെയാലും ഇതിൻ്റെ ഭാവാർത്ഥം എന്താ? അല്ലയോ ശോഭനെ, ബന്ധുക്കൾ ക്ഷണിക്കാതിരുന്നാലും അവരുടെ ഗൃഹങ്ങളിൽ ഉത്സവാദികൾക്ക് പോകുന്ന സമ്പ്രദായമുണ്ടെന്ന് നീ പറഞ്ഞത് ശരി തന്നെ. ബന്ധുവാത്സല്യം ഉണ്ടാകുന്നത് നല്ലത് തന്നെ. എന്നാൽ ആ ബന്ധുക്കൾ ശരീരാഭിമാനം നിമിത്തമുണ്ടായ കോപാധിക്യത്താൽ ഇല്ലാത്ത ദോഷങ്ങളെ ആരോപിച്ച് കുറ്റപ്പെടുത്താതിരിക്കുന്നവരായിരുന്നാൽ അവരുടെ അരികത്ത് ക്ഷണിക്കാതെയും പോകാം. അപ്രകാരമുള്ളവരല്ലെന്ന് വരികിൽ അവിടെ പോകുന്നത് ആപത്തിന് കാരണമായി വരുമെന്ന് സാരം. ഇവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. എപ്പോഴും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞു നോക്കൂ. മനസ്സിന് വളരെയധികം ആയാസം ഉണ്ടാവും, ഭാരം പോവും എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.